മാറ്റും. ആദ്യം മോചിതനാകുക പൾസർ സുനി. ജയിലിൽ കിടക്കേണ്ടത് ഇനി 12.5 വർഷം കൂടി മാത്രം. രണ്ടാം പ്രതി മാർട്ടിന് ഇനി 15 വർഷം ശിക്ഷ. പിഴയിൽ നിന്ന് 5 ലക്ഷം അതിജീവിതയ്ക്ക് നൽകണം. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ 8:30യോടെ. സമഗ്ര കവറേജുമായി ന്യൂസ് 18. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസുകളുടെയും അന്വേഷണ ചുമതല SITക്ക്. ആദ്യ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഫ്ളാറ്റ് ഒഴിയണമെന്ന് അസോസിയേഷൻ. ഉടൻ ഒഴിയാമെന്ന് രാഹുൽ. ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക്. ഫുട്ബോൾ ഇതിഹാസം 3 ദിവസം ഇന്ത്യയിൽ തുടരും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച തിങ്കളാഴ്ച. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M. വർഗീസ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഒന്നാം പ്രതി പൾസർ സുനി എന്ന NS സുനിൽ, രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി, മൂന്നാം പ്രതി B. മണികണ്ഠൻ, നാലാം പ്രതി VP വിജീഷ്, അഞ്ചാം പ്രതി H. സലീം, ആറാം പ്രതി പ്രദീപ് എന്നിവർക്കാണ് ഇപ്പോൾ കേസിൽ ജഡ്ജി ഹണി M. വർഗീസ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിജീവിതയ്ക്ക് ഈ പിഴ ഒടുക്കുന്ന തുകയിൽ നിന്ന് 5 ലക്ഷം രൂപ നൽകാനും വിധിയിൽ പറയുന്നു. അതിജീവിതയുടെ വിവാഹ മോതിരം അത് തൊണ്ടി മുതലായി വെച്ചിരിക്കുകയാണ്. അത് തിരികെ നൽകണം എന്ന കാര്യം പറയുന്നു. മെമ്മറി കാർഡ് അത് സുരക്ഷിതമായിരിക്കണം എന്ന ഒരു സന്ദേശം കൂടി കോടതി നൽകുകയാണ്. പക്ഷേ കൂട്ടബലാത്സംഗം ഉൾപ്പെടെ തെളിഞ്ഞ കേസിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്, അതിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അത് പ്രോസിക്യൂഷനെ നിരാശപ്പെടുത്തിയിരിക്കുന്നു. ഈ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണ് ഈ വിധി പ്രസ്താവനം എന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെതിരെ അപ്പീൽ പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ശിക്ഷാവിധി കുറഞ്ഞു പോയി എന്ന പ്രതികരണമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന വിധി എന്ന് പറയുന്നത് 20 വർഷം കഠിന തടവ് എന്ന് പറയുന്നത് കൂടിപ്പോയി എന്ന വികാരമാണ് പ്രതികളെ സംബന്ധിച്ചുള്ളത്. പ്രതികളുടെ അഭിഭാഷകർ ഉൾപ്പെടെ അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ വിധി പ്രസ്താവം കേസിലെ പ്രതികൾ ഏറ്റുവാങ്ങിയത്. കോടതി മുറിയിൽ കരച്ചിലടക്കാനാകാതെ ആറാം പ്രതി പ്രദീപ്, ഒപ്പം തന്നെ മാർട്ടിൻ ഈ വിധി പ്രസ്താവം കേട്ടതോടെ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു തുടങ്ങിയ വിവരങ്ങളാണ് പ്രതിഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അവർ എന്തായാലും മേൽക്കോടതിയെ ശിക്ഷ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കും എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രോസിക്യൂഷനും കടുത്ത നിരാശയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശിക്ഷാവിധിയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിജീവിതയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിപൂർണമായിട്ടുള്ള നീതി കിട്ടിയിട്ടില്ല എന്നതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാർ ഈ ശിക്ഷാവിധി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ശിക്ഷാവിധിയിൽ നിരാശനാണെന്നും കൂട്ടബലാത്സംഗത്തിന്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ 20 വർഷം അത് ആണ് ലഭിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും നൽകുക എന്നതാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അജകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ കോടതി വിധിന്യായത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിലും ഉണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നത് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ എന്നത് കോടതി ചൂണ്ടിക്കാട്ടുന്നു. കുറ്റകൃത്യത്തിന്റെ ചരിത്രം, പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത, ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ എന്നിവയും കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. കോടതി വികാരങ്ങൾക്ക് അടിമപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ല എന്നത് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്ന വസ്തുത കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായതയും ഉണ്ടാക്കുകയും ചെയ്തു ഈ സംഭവം എന്നത് കോടതി
കാണുകയാണ്. അത് അവർക്ക് മാനസികാഘാതവും നൽകിയിട്ടുണ്ട്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് അവർ ആക്രമിക്കപ്പെട്ടത് എന്നതും മുൻകൂട്ടി കാണാതെയുള്ള സംഭവമായിരുന്നു ഇതെന്നതും പരിഗണിക്കേണ്ടതുണ്ട് എന്നതൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഈ നിർഭയ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ഇതിൽ മെൻഷൻ ചെയ്യുകയും ചെയ്യുന്നു. 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം. നിർഭയ കേസിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികാസത്തെയും ബാധിക്കുന്നു. ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും വിധിയിൽ കോടതി പരാമർശിക്കുന്നുണ്ട്. മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷ, വധശിക്ഷയോ ജീവപര്യന്തമോ നൽകേണ്ടുന്ന സാഹചര്യമില്ല എന്നതാണ് കോടതി എത്തിയിരിക്കുന്ന നിഗമനം. അതിനാൽ താഴെ പറയുന്ന പ്രതികൾക്ക് ഈ രീതിയിലുള്ള ശിക്ഷ വിധിക്കുന്നു എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അപ്പോൾ നിർഭയ കേസ് ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് പരമാവധി ശിക്ഷ ഈ കേസിൽ വേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് എന്ന ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൻ പ്രകാരം ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിചാരണ കാലയളവിലെ ജയിൽ വാസം അത് കഴിഞ്ഞുള്ള കാലമായി. അപ്പോൾ പൾസർ സിനിക്ക് ഏതാണ്ട് 12.5 വർഷം മാത്രം ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നൊരു സാഹചര്യം വരും. മാർട്ടിന് 15 കൊല്ലം, മണികണ്ഠന് 15.5 കൊല്ലം, വിജേഷിന് 15 കൊല്ലം, സലീമിന് വടിവാൾ സലീം എന്ന എച്ച് സലീമിന് 18 വർഷം. എച്ച് സലീമിനായിരിക്കും ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടക്കേണ്ടി വരിക ഈ ശിക്ഷാ വിധി അനുസരിച്ച്. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, കേരളം കാത്തിരുന്ന ശിക്ഷാവിധി പ്രഖ്യാപനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിർഭയ കേസ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വേണ്ടതില്ല എന്നൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അതേസമയം പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ നിരാശയാണ് ശിക്ഷാവിധി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വളരെ നിരാശാജനകമായാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രത്യേകിച്ചും വളരെയധികം, അതായത് 8 വർഷക്കാലത്തോളം കേരളം കാത്തിരുന്ന ഒരു പ്രമാദമായ കേസിന്റെ വിധിയാണ്. അതിനെ ഇത്ര നിസ്സാരമായി കണക്കാക്കി എന്നുള്ള പ്രതികരണമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. അതായത് ബലാത്സംഗ കുറ്റവുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. പക്ഷേ എല്ലാ പ്രതികൾക്കും 20 വർഷം തടവാണ്. അത് വിചാരണ കാലയളവിൽ ഇവർ അനുഭവിച്ചിരിക്കുന്ന ജയിൽ ശിക്ഷകൾ കൂടി ഇതിൽ നിന്നും കുറയ്ക്കും. ഇപ്പോൾ പ്രതികളെ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ്. വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രതികളെ കോടതിയിൽ നിന്നും ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രേണുക, ആജ്ഞയാണ് കോടതി പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പ്രതികളെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ വിയ്യൂർ ജയിലിലേക്കാണ് മാറ്റുന്നത്. അവിടെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ പോവുകയാണ്. ഇതിൽ ഒരു പ്രതി തന്നെ കണ്ണൂർ ജയിലാകണം നിർദ്ദേശിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്കാണ് ഈ പ്രതികളെ കൊണ്ടുപോകുന്നത്. ഇനി അപേക്ഷ നൽകി വേണം, ജയിൽ മാറ്റം വേണമെങ്കിൽ അക്കാര്യങ്ങളിൽ പുതിയ അപേക്ഷ നൽകി വേണം അക്കാര്യങ്ങൾ തീരുമാനമാകാൻ. എല്ലാ പ്രതികളെയും ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്കാണ് മാറ്റുന്നത്. അവരെ കൊണ്ടുപോകാനുള്ള പോലീസ് വാഹനമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അല്പസമയത്തിനകം പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരും. ഇതിൽ തങ്ങൾക്ക് ലഭിച്ച ശിക്ഷ വളരെ കൂടിപ്പോയി എന്ന വികാരമാണ് പല പ്രതികളും കോടതിക്കുള്ളിൽ പ്രകടിപ്പിച്ചത്. പൊട്ടിക്കരയുന്ന പ്രതികളുണ്ടായിരുന്നു. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ അമ്മ ഒറ്റയ്ക്കാണ് എന്നും അമ്മയ്ക്ക് വെർട്ടിഗോ രോഗമാണ് എന്നതും ഒക്കെ ചൂണ്ടിക്കാട്ടി ശിക്ഷയിൽ ഇളവ് വേണം എന്ന ഒരു ആവശ്യം കോടതിയുടെ മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ കോടതി അത് മറ്റൊരു തരത്തിൽ പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചു എന്നത് കോടതി ഈ ശിക്ഷാവിധിയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് മാക്സിമം ശിക്ഷ വേണ്ടതില്ല എന്ന ഒരു തലത്തിലേക്ക് കോടതി എത്തിയത്. അങ്ങനെയാണെങ്കിൽ പ്രതികൾ ഈ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കോടതി പരിഗണിച്ചു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. തങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശിക്ഷ കുറയ്ക്കണം എന്ന ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 20 വർഷം കഠിന തടവ് എന്ന ഒരു പ്രഖ്യാപനം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ 6ാം പ്രതി ഉൾപ്പെടെ കോടതി മുറിയിൽ കരച്ചിലടക്കാനാകാതെ ഇരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആജ്ഞ, പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവന്നോ? വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടന്നു വന്നത്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ?
രേണുക അല്പസമയത്തിനകം പ്രതികളെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മൾ കുറേ നേരമായി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ 6 പ്രതികൾക്കും കഠിന തടവ്, 20 വർഷം കഠിന തടവ് എന്നുള്ളതാണ് ഇപ്പോൾ വിചാരണ കോടതിയുടെ വിധി. അങ്ങനെയാണ്. അതേസമയം പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇതിലെ വിധിയിലെ നിരാശ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഈ കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇത് പ്രതികൾ ഇത് സാധാരണമായി അതായത് ഈ കേസിൽ ബലാത്സംഗ കുറ്റമുണ്ട് എന്ന് കണ്ടെത്തിയാൽ തന്നെ ഏറ്റവും ലഭിക്കേണ്ടത് മിനിമം ഇത്ര നൽകേണ്ടതുണ്ട്. അതൊരു നേരത്തെ പറഞ്ഞതുപോലെ ജഡ്ജിന്റെ വിവേചനാധികാരമായിരിക്കാം, പക്ഷേ അത്രയും നൽകേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യം മാത്രമാണ്. ഇത് പരമാവധി ശിക്ഷ ജീവപര്യന്തമാണ്. അതേസമയം പ്രോസിക്യൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതികളെ കോടതി കേട്ടു. പ്രതികളെ കോടതി കേട്ടപ്പോഴൊക്കെ പ്രതികൾക്ക് മുന്നോട്ട് നിർത്താനുണ്ടായിരുന്ന കുടുംബ പശ്ചാത്തലമായിരുന്നു. അവരുടെ പ്രായം, കുടുംബ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇളവ് ശിക്ഷയിൽ ഇത്ര ചെറിയ ശിക്ഷ നൽകിയത് എന്നുള്ളതാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും ഈ രണ്ടാമത്തെ പ്രതിയും 6ാമത്തെ പ്രതിയും കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയോട് സംസാരിച്ചത്. അതേസമയം 1ാം പ്രതി പൾസർ സുനി മാത്രമാണ് നേരിട്ട് ബലാത്സംഗം ചെയ്തത് എന്നുള്ള കണ്ടെത്തലായിരുന്നു ആദ്യഘട്ടത്തിൽ. കോടതി മറ്റു പ്രതികളെയും അത്തരത്തിൽ അവരുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയും പ്രോസിക്യൂട്ടറും തമ്മിൽ അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് നിർഭയ കേസുമായി ബന്ധപ്പെട്ട് നിർഭയയുമായി താരതമ്യം ചെയ്യേണ്ട കേസല്ല ഇതെന്നാണ് പൾസർ സുനിയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ ആ സമയത്ത് ഉന്നയിച്ചത്. അങ്ങനെയാണ്. അതേസമയം നമുക്കറിയാം രാജ്യമാകമാനം സമാനതകളില്ലാത്തൊരു കേസ് അതിൻ്റെ വിധിക്കായി കാത്തിരിക്കുന്നു. കഴിഞ്ഞ 8.5 വർഷമായത് 2017 ഫെബ്രുവരി 17 മുതൽ ഇങ്ങോട്ട് ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള അവളെ മാനഹാനിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്യാനുണ്ടായിരുന്ന അങ്ങേയറ്റം സമാനതകളില്ലാത്ത ഒരു കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ കേരളത്തിന്റെ സ്ത്രീ സുരക്ഷ എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു കേസ് കൂടിയായിരുന്നു. അങ്ങേയറ്റം സൗഹൃദത്തോടെ ആളുകൾ കാത്തിരുന്ന, അല്ലെങ്കിൽ സമൂഹം കാത്തിരുന്ന ഒരു വിധിയായിരുന്നു. പക്ഷേ ജഡ്ജ്മെന്റ് സമൂഹത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ജഡ്ജി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അത്തരം ചോദ്യങ്ങൾ, അതായത് പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നുണ്ട് ഇത് ഈ സമൂഹത്തിന് മാതൃകയാകുന്ന സന്ദേശമാകുന്ന വിധിയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേസമയം റിഫോർമേറ്റീവ് തിയറിയുടെ കാര്യവും അപ്പോൾ ആ സമയത്ത് ജഡ്ജി ചോദിക്കുന്നുണ്ട്. അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളുകളിൽ കൂടുതലും ഇവർക്ക് കൂടുതൽ നന്നാവാനുള്ള അല്ലെങ്കിൽ നല്ല നടപ്പിനുള്ള പശ്ചാത്തലങ്ങൾ ഒരുക്കി നൽകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കൂടുതൽ ദണ്ഡനങ്ങൾ ഏൽപ്പിക്കാതെ അവരെ കൂടുതൽ നല്ല നടപ്പിലേക്ക് അവർക്ക് വേണ്ട കൗൺസിലിംഗ് ഒരുക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൂടെ എന്നും ജഡ്ജ് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. അതേസമയം പ്രോസിക്യൂട്ടർ ഇത്രയും വാദങ്ങൾക്കിടയിലും പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയായിരുന്നു. പ്രത്യേകിച്ചും നിരാലംബയായ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ മാനഹാനി ഉണ്ടാക്കി അവർക്ക് അവരുടെ ജീവിതം തന്നെ തകർത്ത് കഴിഞ്ഞ 8 വർഷമായി അതുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പരിഗണിക്കുന്ന തരത്തിലേക്ക് തന്നെ വേണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂട്ടർ കോടതിയിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ തന്നെ വിധി വന്നപ്പോൾ 20 വർഷമാണ് തടവ് നൽകിയിരിക്കുന്നത്. ചൂണ്ടിക്കാട്ടിയ ആ കാര്യങ്ങളൊക്കെ ഈ വിധി പ്രസ്താവത്തിൽ കോടതിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തതായിരുന്നു എന്ന വസ്തുത കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായതയും ഉണ്ടാക്കുകയും ചെയ്തു എന്നത് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതവർക്ക് മാനസിക ആഘാതവും നൽകി എന്നത് കോടതി വിലയിരുത്തുന്നു. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് അവർ ആക്രമിക്കപ്പെട്ടതെന്നതും മുൻകൂട്ടി കാണാതെയുള്ള സംഭവമായിരുന്നു ഇതെന്നതും പരിഗണിക്കേണ്ടതുണ്ട് എന്നതൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനൊടുവിൽ പക്ഷേ എന്നിരുന്നാലും പ്രതികളുടെ പ്രായം, അവരുടെ കുടുംബ സാഹചര്യം, 1ാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം എന്നിവയും കോടതി പരിഗണിക്കുന്നു എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. മാത്രവുമല്ല 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം എന്നതുകൂടി ചൂണ്ടിക്കാട്ടുന്നു. അതിനുശേഷമാണ് നിർഭയ കേസിന്റെ ഉദാഹരണം കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകുന്നില്ല, അല്ലെങ്കിൽ പരമാവധി ശിക്ഷ നൽകേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു. ഈ വിഷയത്തിൽ നമുക്കൊപ്പം ഡാനി പോൾ കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, 8-ാം തീയതി വന്ന വിധി പ്രസ്താവന തന്നെ ഗൂഢാലോചന, ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ആർക്ക് വേണ്ടിയാണോ ഈ കൊട്ടേഷൻ, അങ്ങനെ ആ കൊട്ടേഷൻ ഇവരെ ഈ നേരിട്ട് ഇടപെട്ട പ്രതികളെ ഏൽപ്പിക്കുന്ന ആൾ കോടതിയിൽ നിന്ന് വിടുതൽ നേടി പോകുന്നത് വലിയ ആഘാതമാണ് അതിജീവിതയ്ക്ക് ഉണ്ടാക്കിയത്. പൊതുസമൂഹത്തിലും ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾക്ക് അത് തുടക്കമിട്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ
കുറ്റക്കാര് എന്ന് കണ്ടെത്തിയവർക്ക് ഏറ്റവും മിനിമം ശിക്ഷ എന്ന ഒരു സമീപനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ തന്നെ ഈ വിധി പ്രസ്താവത്തെക്കുറിച്ച് പുറത്തു നടക്കുന്ന ചർച്ചകൾ അത് കോടതി കേട്ടിട്ടുണ്ട്, കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നത് കോടതി പറയുന്നു. കോടതിയുടെ നടപടിക്രമങ്ങളെ യാതൊരു തരത്തിലും ഇക്കാര്യങ്ങൾ ബാധിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും എന്നത് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിജീവിത, അവരെ അനുകൂലിക്കുന്നവർക്കൊക്കെ വലിയ നിരാശ ഈ കോടതി വിധി ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? രേണുക, ഈ കോടതി വിധിയിൽ പലരും തന്നെ പ്രകടിപ്പിച്ചത് അവർക്ക് ജീവപര്യന്തം തടവ് ലഭിക്കുമെന്ന രീതിയിൽ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിലേക്ക് പോയിട്ടില്ല. പ്രോസിക്യൂഷൻ പക്ഷെ പറയുന്നുണ്ട് നിരാശാജനകമാണ്, പ്രതീക്ഷിച്ച വിധി ഉണ്ടായില്ല, ഇതിൽ തങ്ങൾ മേൽക്കോടതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പൊതുവെയിൽ ഇതിൽ പറയുന്നത് കുറച്ചുകൂടി കടുത്ത ശിക്ഷ, ജീവപര്യന്തം തടവ് വരെ പ്രതീക്ഷിച്ചിരുന്നതാണ് പലരും തന്നെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങളെല്ലാം തന്നെ തെളിഞ്ഞ സാഹചര്യത്തിൽ, എല്ലാവരും തന്നെ കുറ്റക്കാരാണ് എന്ന് ബോധ്യം വന്ന സാഹചര്യത്തിൽ അവർക്കുള്ള ശിക്ഷയിൽ കാഠിന്യവും കുറച്ചുകൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിച്ചത്. കാരണം ഒരു ജീവപര്യന്തം തടവ് എല്ലാം തന്നെ ഒന്നാം പ്രതിക്കടക്കം പ്രതീക്ഷിച്ചിരുന്നിരുന്നു. പക്ഷെ അതിലേക്ക് പോയതില്ല. അതുകൊണ്ട് തന്നെയാണ് മേൽക്കോടതിയിലേക്ക് പോകാൻ അപ്പീൽ നൽകാനും തീരുമാനിക്കുന്നത്. മാത്രവുമല്ല, ഈ 4 പ്രതികളെ വിട്ടയച്ച സംഭവം കൂടിയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മേൽക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കുക, ഏത് തെളിവിന്റെ ഒരു അപര്യാപ്തതയിലാണ് ഇത്തരം ഈ കാര്യങ്ങൾ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കുമെന്ന് തന്നെയാണ്, മേൽക്കോടതിയിലടക്കം പരിശോധിക്കപ്പെടുമെന്ന് തന്നെയാണ് പൊതുവിൽ വിശ്വസിക്കുന്നത്. തീർച്ചയായും മറ്റ് ചർച്ചകളുണ്ട്, നിയമ പോരാട്ടം തുടരുന്ന സാഹചര്യമുണ്ട്. ദിലീപ് തന്നെ നിയമ പോരാട്ടത്തിന് പോകും എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ വന്നതാണ്. ദിലീപിനോട് അടുത്ത വൃത്തങ്ങൾ അക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡാനി, ശ്വേതാ മേനോൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു 6:30 എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നൊരു ഉദ്ദേശം താരസംഘടനയ്ക്ക് ഉണ്ടാകുമോ? എന്താണ് ഇപ്പോഴത്തെ ഈ വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നതിന്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ വിഷയത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണത്തിന് തേടുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന്, താരസംഘടനയുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഇല്ലാത്ത സ്ഥിതി തന്നെയായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നു, പക്ഷെ ഒരു ഫോർമാറ്റിൽ നിന്നുകൊണ്ട്, അവരൊരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം ആരുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നില്ല. എന്തുകൊണ്ട് അമ്മ ഈ സംഘടന, താരസംഘടനയായ അമ്മ ഇതിലൊരു നിലപാടെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരൊരു വാർത്താക്കുറിപ്പ് മാത്രമായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. അത് നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് നീങ്ങട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ മറ്റു പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വിഷയങ്ങൾ പൊതുവിൽ പ്രതികരിക്കും എന്ന് തന്നെയാണ്, പൊതുവിൽ ഈ വിഷയങ്ങളെ അധികരിച്ച് തന്നെയായിരിക്കും വാർത്താ സമ്മേളനം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഇതിന്റെ വിധി പ്രസ്താവത്തിന്റെ പകർപ്പ് ലഭിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ എന്തുകൊണ്ട് കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നതിന്റെ ഉത്തരം അതിലാണുള്ളത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കേരള സമൂഹം. ഉടൻ തന്നെ ആ വിധി പകർപ്പ് നമുക്ക് ലഭ്യമാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 2000-ലധികം പേജുള്ള വിധി പകർപ്പാണ് ഇത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ലഭിച്ച് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ മാത്രമാകും എന്തുകൊണ്ട് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഒഴിവാക്കപ്പെട്ടു എന്നതിന്റെ ഒരു ഉത്തരം ലഭിക്കുക. എന്തായാലും നിയമ പോരാട്ടം എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു സംശയവുമില്ല. മേൽക്കോടതികളിൽ ഇതിന്റെ നിയമ പോരാട്ടം തുടരും. ഇനിയും വർഷങ്ങൾ നീളുന്ന നിയമ പോരാട്ടം അതിജീവിതയെ സംബന്ധിച്ച് ആവശ്യമായി വരുന്ന സാഹചര്യമുണ്ട്. ഈ സർക്കാർ തന്നെ ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. അതിജീവിതയുടെ ഭാഗത്തു നിന്നും എന്തായാലും മേൽക്കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഏറ്റവും ആദ്യം കേൾക്കാൻ പോകുന്ന പ്രതികരണം എന്ന് പറയുന്നത് താരസംഘടനയായ അമ്മയുടെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നു. ശ്വേതാ മേനോൻ
വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു 6:30 എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിധി പ്രസ്താവന വന്നതിന് ശേഷം താരസംഘടനയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ ഫേസ്ബുക്ക് കുറിപ്പ് എന്ന് പറയുന്നത് കാര്യങ്ങൾ വ്യക്തമാക്കാത്ത നിലയിലുള്ള ഒരു കുറിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് താരസംഘടനയുടെ അടുത്ത നീക്കം എന്ന കാര്യത്തിൽ വളരെ കൗതുകമുണ്ട്. ദിലീപിനെ തിരിച്ചെടുക്കാൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ? വിധി പ്രസ്താവത്തിന്റെ പകർപ്പ് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ താരസംഘടന അത്രയും ആ രീതിയിലുള്ള ഏതെങ്കിലും നീക്കം നടത്തുമോ എന്നതുകൂടി നമ്മൾ അറിയണം. ഫിയോക്കുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം ചർച്ചകൾ ഇതിനോടകം നടന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ എന്നത്, ഈ സിനിമാ സംഘടനകൾക്കുള്ളിൽ നടക്കുന്ന നീക്കങ്ങൾ എന്നത് വളരെ പ്രസക്തമാണ്. അപ്പോൾ വാർത്താ സമ്മേളനം 6:30 താരസംഘടന വിളിച്ചു ചേർത്തിരിക്കുന്നു എന്ന വിവരം കൂടി വരികയാണ്. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ, വിധി പകർപ്പ് എപ്പോൾ പുറത്തു വരും എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇത് ഈ 3:30 വിധി പ്രസ്താവന, ശിക്ഷാവിധിയിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷവും അതിൻ്റെ നടപടിക്രമങ്ങൾക്കേറെ സമയമെടുത്തത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 4:45 ഈ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത്. ഇത് ഈ വിധി പ്രസ്താവത്തിന്റെ പകർപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് 2000 പേജ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത്രയും അപ്ലോഡ് ചെയ്ത് അത് നമ്മളുടെ കൈകളിലേക്ക് എത്തുക എന്നത് ഇനിയും കൂടുതൽ സമയമെടുക്കുമോ? കൂടുതൽ കാത്തിരിപ്പ് അതിന് വേണ്ടി വരുമോ? രേണുക, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം വിധി പകർപ്പ് ഈ പറഞ്ഞതുപോലെ 2000-ഓളം പേജുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും വലിയ ഇത് ശിക്ഷാവിധിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. മാത്രമല്ല ക്രോസ് വിസ്താരത്തിൻ്റെയും വിശദാംശങ്ങളും അറിയേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും ഇത്ര വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്? 8-ാം പ്രതി ദിലീപിനെ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം ഡാനി പോളും. എന്തായാലും നിർണായകമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം താരസംഘടന അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോവുകയാണ്. അത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളതാകുമോ? ദിലീപിൻ്റെ ഈ കേസിൽ നിന്ന് വിടുതൽ ലഭിച്ചതിന് ശേഷം താരസംഘടനയിലേക്ക് ഇനി ദിലീപിനെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താകും താരസംഘടന സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ പ്രതികൾക്ക് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷാവിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവ് ആണ് ശിക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. ഈ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നതെന്നും അതിൽ നിരാശയുണ്ട് എന്നതും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. വലിയൊരു പ്രമാദമായ കേസിൽ നൽകിയ ശിക്ഷ, അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിച്ച് തുടർ നടപടി സർക്കാർ സ്വീകരിക്കും. പരമാവധി ശിക്ഷ ലഭിച്ചില്ലെന്നുള്ളത് കൊണ്ടാണ് അത് സംബന്ധിച്ച് പഠിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞത്. അല്ല, പ്രോസിക്യൂഷന് വീഴ്ച വന്നില്ലല്ലോ. കാരണം 6 പ്രതികൾ കുറ്റക്കാരാണെന്നും ഗുരുതരമായ കുറ്റം അവർ ചെയ്തെന്നും കൃത്യമായ എവിഡൻസ് ഉണ്ടെന്നും ആദ്യം തന്നെ കോടതി പറഞ്ഞല്ലോ. അപ്പം അതിനകത്ത് കുറ്റമില്ല, പ്രോസിക്യൂഷൻ ചെയ്യേണ്ട കാര്യം ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ കിട്ടാഞ്ഞത് എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് സംശയം. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ വിധിയാണ്. ആ കോടതിയുടെ വിധി സംബന്ധിച്ച് പരിശോധിക്കാതെ പഠിക്കാതെ ഒരു അഭിപ്രായം ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. നമ്മുടെ നിയമവ്യവസ്ഥയിൽ പല കേസുകളിലും പലതരത്തിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയുന്ന കാര്യം അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യമാണ്. പരമാവധി ശിക്ഷ ലഭ്യമാക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിച്ചത്. അത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പരമാവധി ശിക്ഷ കിട്ടാത്തിടത്തോളം കാലം അത് സംബന്ധിച്ച് മനസ്സിലാക്കി അതിജീവിതയോടൊപ്പം സർക്കാർ മുന്നോട്ട് പോകും എന്നത് വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രതിയും 6 പ്രതികളാണ് കുറ്റക്കാർ. മറ്റുള്ളവരെ വിട്ടതിനെ സംബന്ധിച്ച് ഇന്ന് കോടതി വിധിക്ക് ശേഷം പഠിക്കാൻ പറ്റൂ. അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഗൂഢാലോചന ഉണ്ടെന്നാണല്ലോ വന്നിരിക്കുന്നത്. ഗൂഢാലോചനയിൽ പങ്കാളികളായവർ ആരൊക്കെയെന്നുള്ളത് വ്യക്തമാക്കണമെന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ചിടത്തോളം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ പോകും. അപ്പോൾ ആവശ്യമായ എവിഡൻസുകൾ കണ്ടെത്താൻ ശ്രമിക്കും. ആ കാര്യത്തിലേക്കെല്ലാം കിടക്കും. ഇപ്പം രണ്ടാമത്തെ പ്രശ്നം പരമാവധി ശിക്ഷ വന്നില്ല എന്ന വിഷയം. അത് പഠിച്ചിട്ട് അതിജീവിതരോടൊപ്പം തന്നെ നിൽക്കും, തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും.
സർക്കാർ അതിജീവിതയോടൊപ്പം തന്നെ നിൽക്കും എന്നതാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. ശിക്ഷ കുറഞ്ഞുപോയി, മിനിമം ശിക്ഷ മാത്രമാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അക്കാര്യം പഠിച്ചിട്ട് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും എന്നതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അവൾക്കൊപ്പം, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. നേരത്തെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോയ സാഹചര്യം, 8ാം പ്രതി വിടുതൽ നേടുന്ന സാഹചര്യം, അതിൽ അപ്പീൽ പോകുമെന്ന കാര്യം സർക്കാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിയമ പോരാട്ടം തുടരും സർക്കാർ എന്നതാണ് വ്യക്തമാകുന്നത്. അത് 2 ഘട്ടങ്ങളിലായാണ്. ഒന്ന്, ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ 8ാം പ്രതി ഉൾപ്പെടെ വിടുതൽ നേടിപ്പോയ സാഹചര്യം, അതിൽ തീർച്ചയായും മേൽക്കോടതിയെ സമീപിക്കും. ഒപ്പം ഈ ശിക്ഷ കുറഞ്ഞുപോയി, 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് മേൽ ചുമത്തിയിരുന്ന കുറ്റം തെളിയിക്കപ്പെട്ടതാണ്. 376D എന്ന് പറയുന്നത് കൂട്ടബലാത്സംഗമാണ്. കൂട്ടബലാത്സംഗം ചുമത്തപ്പെട്ട ഒരു കേസിൽ ലഭിക്കേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം കഠിന തടവ് എന്നത്. അത് കൊടുക്കാതിരിക്കാൻ, കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും മിനിമം ശിക്ഷ മാത്രം ഇതിൽ കൊടുക്കുമ്പോൾ അത് പര്യാപ്തമല്ല ഈ കേസിനെ സംബന്ധിച്ച് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഏറ്റവും നിരാശാജനകമായി അതിജീവിതയ്ക്കും ഒപ്പം തന്നെ അതിജീവിതയ്ക്കൊപ്പമുള്ളവർക്കും ഈ ശിക്ഷാവിധി തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അതൊട്ടും നീതിയല്ല എന്ന തോന്നലാണ് അവർക്കുണ്ടാകുന്നത്. ഇതിനോടകം തന്നെ പല പ്രതിഷേധ നീക്കങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധ കൂട്ടായ്മകളും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. IFFKയുടെ വേദി പോലും ആ രീതിയിലുള്ള ഒരു കൂട്ടായ പ്രതിഷേധത്തിന്റെ ഇടമാക്കി, ഈ വിധിക്കെതിരായുള്ള ഒരു പ്രതിഷേധം കാണിക്കാനുള്ള ഇടമായി മാറും എന്ന സൂചനകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിജീവിതയ്ക്കും അവരെ അനുകൂലിക്കുന്നവർക്കും ഈ ശിക്ഷാവിധി അതൊരു നീതിയായി തോന്നുന്നില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഏറ്റവും കുറഞ്ഞ ശിക്ഷ, ഈ കുറ്റകൃത്യത്തിന് ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് നീതിയല്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മന്ത്രി തന്നെ പറയുന്നു, അക്കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കും, അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുകയാണ്. അപ്പോൾ തുടർ നിയമ പോരാട്ടങ്ങൾ സംബന്ധിച്ചുള്ള സൂചനകൾ സർക്കാർ നൽകുന്നു. അതിജീവിത ശിക്ഷാവിധി വന്ന് വിധിയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷം പ്രതികരണം നടത്തും എന്നതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതിജീവിതയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ടോ? ലളിത, അതിജീവിതയുടെ പ്രതികരണം ഇന്ന് വരാൻ സാധ്യതയില്ല. അവര് പ്രതികരിക്കുന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ല. വിധി പകർപ്പ് ലഭിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്താമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. പക്ഷെ അവരുടെ അഡ്വക്കേറ്റ് ആ സമയത്ത് CB മിനി നമ്മളോട് പ്രതികരിച്ച സാഹചര്യത്തിൽ അവർക്കതൊരു റിഗൈസ് ചെയ്യുന്നത് പോലെ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രതികരണം എപ്പോൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും ഈ വിധി പകർപ്പ് വരുന്നതോടുകൂടി ഈ ഇതിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന കോടതികളിലേക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യം ഒരുങ്ങും. അത് എത്രയും വേഗം, അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാർ ആ സാഹചര്യത്തിലും, അതായത് ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ട് കഴിഞ്ഞ 8ാം തീയതി വിധി പ്രഖ്യാപിച്ച സാഹചര്യത്തിലും താരസംഘടന അമ്മയുടെ വാർത്താ സമ്മേളനം തുടങ്ങിയിരിക്കുകയാണ്. ശ്വേതാ മേനോൻ സംസാരിക്കുന്നു. അതിലേക്ക് സ്റ്റെപ്സ് ഉണ്ട്. ഈ കേസിൽ ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾ അവർക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ അത് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷയാണെന്നാണ്. പേഴ്സണലി യെസ്. അപ്പൊ അതിനെ എങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ അപ്പീൽ പോവുക, അങ്ങനെ അപ്പീൽ പോകണം. അവർക്ക് പക്ഷെ നമ്മൾക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? എവറിത്തിങ് ഈസ് അബൌവ് ലോ, ഒന്നുമില്ലാന്ന്. ലോ ഈസ് അൾട്ടിമേറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ആ കുട്ടീന്റെ തീരുമാനമാണ്. ഗവൺമെന്റ് വരെ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? സുഖ്യവിത്ത് ഇല്ല. ബിക്കോസ് ഐ എം ഷുവർ അവള് ഫേസ് ചെയ്യുന്ന ഒരു ഇമോഷൻ അതാ, യുനോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു തമാശയല്ലല്ലോ. നമ്മൾ അപ്പോ വിളിക്കുക. വി ആർ there with her. എവറി വുമൻ ഓർ rather എല്ലാ മലയാളികളും അവളുടെ കൂടെ തന്നെയാണ്. ശ്വേതാ മേനോന്റെ പ്രതികരണമാണ് വരുന്നത്. ഈ ശിക്ഷ കുറഞ്ഞു പോയോ എന്ന പ്രതികരണം, അതിൽ പ്രതികരണം മാധ്യമങ്ങൾ ആരായുമ്പോൾ പേഴ്സണലി യെസ് എന്നാണ്
വ്യക്തിപരമായി ആ വിഷയത്തെ സമീപിച്ചുകൊണ്ടാണ് ശ്വേത മറുപടി പറയുന്നത്. ശിക്ഷ കുറഞ്ഞുപോയി എന്നത്, അതിന് ഞാൻ എന്താണ് വേണ്ടത് എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണം എന്ന ഒരു പ്രതികരണം കൂടി ശ്വേതാ മേനോന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. എന്തായാലും താരസംഘടന വാർത്താ സമ്മേളനം വിളിച്ചതിന്റെ ലക്ഷ്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. കാത്തിരിക്കാം അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി. എന്തായാലും ഈ ശിക്ഷ കുറഞ്ഞുപോയി എന്ന വ്യക്തിപരമായ അഭിപ്രായം ശ്വേതാ മേനോൻ ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. അതിജീവിതയ്ക്കൊപ്പമുള്ളവർ വലിയ രോഷപ്രകടനം ഈ ശിക്ഷ കുറഞ്ഞു പോയതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ളവർ വലിയ നിരാശ ഈ കോടതി വിധിയിൽ, ഈ ശിക്ഷാവിധിയിൽ പ്രകടിപ്പിക്കുകയാണ്. പ്രതികൾക്ക് മിനിമം തടവും മാക്സിമം പരിഗണനയുമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പാർവതി തിരുവോത്തിന്റെ പ്രതികരണം. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് ജീവിക്കാൻ ഒരിടം പോലുമില്ല, അത് തിരിച്ചറിയുന്നു എന്നത് പാർവതി ചൂണ്ടിക്കാട്ടുന്നു. ക്രിമിനലുകൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ ശിക്ഷ കുറയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മുടെ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആദ്യം നാം ആക്രമണങ്ങളെ അതിജീവിക്കണമെന്നും ശേഷം നിയമത്തെ അതിജീവിക്കണം എന്നുമാണോ എന്ന കാര്യം കൂടി പാർവതി കുറിക്കുകയാണ്. വലിയ രോഷവും നിരാശയും പ്രകടിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് പാർവതിയുടേതായി സമൂഹ മാധ്യമത്തിൽ വരുന്നത്. അതിജീവിതയ്ക്കൊപ്പമുള്ളവർ എല്ലാം ആ നിരാശ പങ്കുവെക്കുന്നുണ്ട്. കൂട്ടബലാത്സംഗം തെളിയിക്കപ്പെട്ട ഒരു കേസിൽ ആ കൂട്ടബലാത്സംഗത്തിന് ഏറ്റവും മോശം പ്രതികരണം, ഏറ്റവും കൊടും ക്രിമിനലായി നിന്ന് ആ യുവതിയെ, ആ നടിയെ പീഡിപ്പിച്ച പ്രതിക്ക് 20 വർഷം കഠിന തടവെന്ന ഏറ്റവും കുറവ് ശിക്ഷ നൽകിയ കോടതിയുടെ തീരുമാനത്തെ, ആ വിധിയെ വലിയ രീതിയിൽ നിരാശയോടുകൂടിയാണ് അതിജീവിതയ്ക്കൊപ്പമുള്ളവർ കാണുന്നത്. വലിയ രോഷ പ്രകടനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നേരത്തെ ഗൂഢാലോചന തെളിയിക്കാതെ 8ാം പ്രതി കേസിൽ നിന്ന് വിടുതൽ നേടിയ കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യമുണ്ട്. അതിലെ ആ തിരിച്ചടി, അതിൻ്റെ വേദന മറികടക്കും മുൻപ് തന്നെയാണ് ശിക്ഷാവിധി കുറഞ്ഞുപോയി എന്ന ഒരു സാഹചര്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അതിജീവിതകൾ ഇനി തുറന്നു പറഞ്ഞ് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുമോ? എന്ത് സന്ദേശമാണ് ഈ വിധി സമൂഹത്തിന് നൽകുന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. പാർവതി തിരുവോത്ത് തന്നെ ചോദിച്ചതുപോലെ പ്രതികൾക്ക് അവരുടെ പ്രായം, അവരുടെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മാക്സിമം ശിക്ഷ വേണ്ട എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തുമ്പോൾ ആ തെരുവിൽ പിച്ചി ചീന്തപ്പെട്ട നടിക്ക്, ആ അതിജീവിതയ്ക്ക് എന്ത് പരിഗണന കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാകുന്നു. കോടതിയുടെ 2 വിധിയും, അതായത് 8ാം പ്രതിയെ ഉൾപ്പെടെ വിട്ടയച്ച തീരുമാനം, അതിനോടൊപ്പം തന്നെ ഈ ശിക്ഷാവിധി മിനിമം ശിക്ഷ മതി എന്നുള്ള തീരുമാനം, ഇതിൽ രണ്ടിലും വലിയ രീതിയിലുള്ള അമർഷം, പ്രതികരണങ്ങൾ ഉയരുകയാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന ബോധ്യമാണ് അവർക്കൊപ്പമുള്ളവർ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, പ്രതികൾ കരഞ്ഞു പിടിച്ച് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ വീട്ടിൽ അമ്മയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും കോടതി കേട്ടിട്ടുണ്ട്. അവരുടെ പ്രായം പോലും കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ ഈ ശിക്ഷാവിധിയിലൂടെ? വളരെ കൃത്യമായിട്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും. കാരണം പ്രതികൾ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഇതുവരെ ഒരു ക്വട്ടേഷൻ റേപ്പ് കേസ് ഉണ്ടായിട്ടില്ല. അതില് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് സംശയത്തിന് അതീതമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കൃത്യമായി തന്നെ പ്രൈമ ഫേസി കേസുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഗൂഢാലോചനയുടെ പ്രതികളായിട്ട് വന്നിരുന്നത്. അപ്പൊ ആ കേസ് തെളിയിക്കപ്പെട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ ട്രാജഡി ഇവിടെ കുറ്റം ചെയ്തു കഴിഞ്ഞത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതും ഇത്രയും ഓടുന്ന വണ്ടിയില് തീർത്തും നിസ്സഹായാവസ്ഥയില് തിരിച്ചുപോയപ്പോൾ ആരും കാണാനും കേൾക്കാനും പറ്റാത്ത രാത്രി സമയത്ത്, അതുപോലെ തന്നെ ഗ്യാങ് റേപ്പ്, ഇതൊക്കെ തന്നെ 6 പേരോളൊക്കെയുള്ള ആൾക്കാർ, ഇതൊക്കെ തന്നെ കാണിക്കുന്നത് എന്താ വെച്ചാല് ഒരു ക്രൂരമായിട്ടുള്ള ഒരു അഗ്രേറ്റഡ് ഫോം ഓഫ് റേപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വലിയൊരു ഫോം ഓഫ് റേപ്പ് ആണ് ഇവിടെ ഉണ്ടായത്. മാത്രമല്ല റേപ്പിനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു ഹെർ ടു ഹെർ ലൈഫ്. ഇവിടെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതിക്ക് അവർക്ക് ഒരു ഡെറ്ററന്റ് ഇഫക്റ്റ്, പണിഷ്മെന്റിന് പല ഇഫക്റ്റുകളുണ്ട്. ഡെറ്ററന്റ് ഇഫക്റ്റ് ഉണ്ട്, അതായത് ഭയപ്പെടുത്തുക.
ഈ പണിഷ്മെന്റ് കണ്ടിട്ട് പൊതുജനങ്ങളും മറ്റുള്ള ആളുകളും സമൂഹവും ഭയപ്പെടണം. ഇപ്പോൾ നിങ്ങൾ കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ട് എന്നൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത്. രണ്ടാമത് കുറ്റമാണ്. ഇവര് ഭയങ്കര പ്രശ്നമുള്ള ആളുകളാണ്. ഇവരെ മാറ്റി നിർത്തിയേ പറ്റൂ. പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു തിയറി ഓഫ് പണിഷ്മെന്റ് ആണ്. അത് നിങ്ങളെ പുറത്തു വിട്ട് കഴിഞ്ഞാല് നിങ്ങൾ വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ അകത്ത് കിടക്കണം എന്ന് പറയുന്നത്. പിന്നെ ഒരു റിട്രിബ്യൂട്ടീവ് തിയറി ഓഫ് പണിഷ്മെന്റ് ആണ്. അതായത് പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. ഇത്രയും ക്രൂരമായിട്ട് എന്നെ ഉപദ്രവിച്ചതിന് തിരിച്ച് പകരം എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളുണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എനിക്ക് വേണ്ടി ചോദിക്കും. ഇതില് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥ ആണ് ഇവിടെ സംഗതി. മനുഷ്യന്റെ ആ ഡിഗ്നിറ്റിനെ ഇല്ലാതാക്കുന്ന സെക്ഷൽ ക്രൈം അവർ നേരെ ചെയ്യുകയും അതിന്റെ വിഷ്വൽ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പൊ അവര് നിസ്സാരക്കാരല്ല. അവര് അത്തരം ആ വലിയ ക്രൈം ചെയ്യുമ്പോൾ തിരിച്ച് റിട്രിബ്യൂഷൻ ചെയ്യാൻ ഏത് മനുഷ്യനും തോന്നും. അപ്പോ അതിനുവേണ്ടിയാണ് സ്റ്റേറ്റ് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ചെയ്യുന്നത്. പിന്നത്തെ ലാസ്റ്റത്തെയാണ് റിഫോർമേറ്ററി, അതായത് ഇവരെ നന്നാക്കി എന്നത് സമൂഹത്തിലേക്ക് പറഞ്ഞയക്കാൻ. അപ്പോ അത് ഇപ്പൊ എന്തായാലും ഇവരെ ഒരു ക്യാരക്ടർ കൊണ്ട് ഇവരുടെ ഇത്രയും കാലത്തെ പേഷ്യൻസ് കൊണ്ട് തെളിയിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ നന്നാവുന്ന ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾ ഹാബിച്വലി ക്രൈം ചെയ്യുന്ന ആൾക്കാരാണ്. ഇയാൾക്ക് ഹിസ്റ്ററി ഷീറ്റ് ഒക്കെ ഉണ്ട്, ഇവര് കുറെ ക്രൈം ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരാൾക്ക് എന്തിനാണ് മറ്റേ കോടതി ലീനിയൻസി കൊടുത്തത് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇന്നൊരു ചർച്ചയിൽ വരാതിരുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് കൊടുക്കേണ്ട കുറ്റകൃത്യത്തിനുള്ള കൃത്യമായി തന്നെയുള്ള ഉണ്ടോ ഈ ഒരു ചർച്ചയുടെ ആവശ്യം എന്ത് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ടിവിയിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ എന്നെ നിശ്ചയിക്കുന്ന കാര്യം ഇത്രമേല് തിയറി ഓഫ് പണിഷ്മെന്റിന്റെ എല്ലാത്തിനെയും പൊളിറ്റിക്സ് കൊണ്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളോ 20 പ്രായമുള്ള ആൾക്കാരോ ഒന്നുമല്ല. അവര് ഹാബിച്വലായിട്ടുള്ള ഒഫൻഡേഴ്സ് ആണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവര് വളരെ പ്ലാൻഡ് ആയിരുന്നു. അവരതിനു വേണ്ടി ഇത്രയും റിസ്ക് ഉള്ള ഓടുന്ന റൂട്ടില് ഒരിക്കലും ആളുകൾക്ക് അറിഞ്ഞാൽ കിട്ടാത്ത, കാണാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചെയ്തത്. അവർ എത്രമേലും അവർ സ്ത്രീകളെ നിസ്സഹായാക്കിയിട്ടാണ് ചെയ്തത്. അതും അവരുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന രീതിയിൽ ഇപ്പോഴും ത്രെറ്റാണ്. ഒരു റൈറ്റ് പ്രൈവസി, ഒരു റൈറ്റ് ഡിഗ്നിറ്റി, ഒരു മരിച്ചാൽ പോലും ത്രെറ്റാണ്. ഇത്രമേല് ക്രൂരമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് അതിലൊരു ക്രൂരത ജഡ്ജിന് ഫീൽ ചെയ്തില്ല. അത് ഗ്രേറ്റഡ് ഫോം ഓഫ് റേപ്പായിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് എന്താ പറയാ, ഹൈക്കോടതിയിൽ തന്നെ പരിപൂർണ നീതി ചെയ്ത് പോകേണ്ടി വരും നമ്മൾ. തീർച്ചയായും കോടതി വിധിയിലുള്ള നിരാശ പ്രകടിപ്പിക്കുകയാണ് അഭിഭാഷക കൂടിയായ ആശ ഉണ്ണിത്താൻ. ഈ കോടതി എങ്ങനെയാണ് ഈ കേസുകളെ സമീപിച്ചിട്ടുള്ളത്, എന്ത് സന്ദേശമാണ് ഈ കോടതി വിധി നൽകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് അവർ വിശദമായി തന്നെ സംസാരിച്ചത്. വളരെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഏറ്റവും ഹീനമായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയ പ്രതികൾക്കുൾപ്പെടെ നൽകിയിരിക്കുന്നത്. പൾസർ സുനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൊടും ക്രിമിനലായിട്ടുള്ള പൾസർ സുനി ഈ ഘട്ടത്തിൽ പോലും ഏതെങ്കിലും തരത്തിൽ ആ കുറ്റകൃത്യത്തിൽ ഇടപെട്ടതിൻ്റെ ഏതെങ്കിലും ഒരു മനസ്താപം പോലും ഒരു ഘട്ടത്തിലും പ്രകടിപ്പിക്കാത്ത വ്യക്തിയാണ് ഒന്നാം പ്രതി പൾസർ സുനി. അയാളുടെ ഹിസ്റ്ററി പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തി എന്നതാണ്. ഇപ്പോഴും ഈ ഏത് സോഴ്സിൽ നിന്നാണ് അയാൾക്ക് പണം ലഭിക്കുന്നത് എന്നത് ഒരുപാട് സംശയങ്ങൾ ഉളവാക്കുന്നതാണ്. ആ പൾസർ സുനി ഒരു തരത്തിലും ഒരു മനസ്താപവും ഈ കേസിൽ ഇന്ന് വരെ കോടതി മുറിക്കുള്ളിൽ ഇന്ന് വരെ പ്രകടിപ്പിക്കാത്ത വ്യക്തിയാണ്. ആ പ്രതിക്കുൾപ്പെടെ പ്രായത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ആനുകൂല്യം ലഭിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നതാണ് അതിജീവിതയുമായി അടുത്തു നിൽക്കുന്നവരെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നത്. അവർക്ക് കോടതിയിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്കൊക്കെ ഉള്ള പ്രതികരണങ്ങളിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ വിനു കിരിയത്ത് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിനു കിരിയത്ത്, ഈ കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ടിടപെട്ട 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കാണ് 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ 20 വർഷത്തെ കഠിന തടവ് ചെറിയ ശിക്ഷയല്ല എന്ന് തോന്നുമെങ്കിൽ പോലും ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും ചെറിയ ശിക്ഷയാണ്. ആ കുറ്റകൃത്യത്തിന് ലഭിക്കേണ്ടുന്ന ചെറിയ ശിക്ഷയാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, വിമർശന വിധേയമാകുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നിരാശാജനകം എന്ന് തന്നെ പറയും. നല്ല വിഷമമുണ്ട്. കാരണം നോക്കൂ, എന്ത് സന്ദേശമാണെന്ന് ഇതിനു മുമ്പ് ഒരു അഡ്വക്കേറ്റ് ചോദിച്ച പോലെ തന്നെ ഞാനും ചോദിക്കുകയാണ്. പ്രായമാണോ ഇതിന്റെയൊക്കെ മാനദണ്ഡം?
40 വയസ്സെന്ന് പറയുന്നത് ഒരു ചെറിയ പ്രായമാണോ? 8 വർഷം മുമ്പേ അപ്പൊ അവർക്കൊക്കെ 32 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ്, അപ്പോൾ 25 വയസ്സെന്ന് വയ്ക്കോ? ഇന്ന് നമ്മൾ കാണുന്ന ചെറുപ്പക്കാർ 19-20 വയസ്സുകാരും കുറ്റങ്ങൾ ചെയ്യുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു സന്ദേശം എന്താണ്? പ്രായം കുറവാണെങ്കിൽ ശിക്ഷ. അന്ന് അതിജീവിതയ്ക്ക് ഇതേ പ്രായമേ ഉള്ളൂ. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അതിജീവിതയും വലിയ വയസ്സായ സ്ത്രീയൊന്നുമല്ലല്ലോ. അതിജീവിത ചെറിയ പ്രായമാണ്. മാത്രവുമല്ല അവരുടെ ശിക്ഷ, അവർ അനുഭവിക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അവരുടെ മരണം വരെ അവർ അനുഭവിക്കേണ്ടുന്നതാണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഇവരെല്ലാം കോടതിയിൽ നിന്ന് കരഞ്ഞു, അമ്മയുണ്ട്, മകനുണ്ട്, കുഞ്ഞമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ കുട്ടി അവിടെ നിന്ന് കരയുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. കോടതിയിൽ വരുന്നില്ലല്ലോ അവര്. വല്ലാത്ത ശരിക്കും ഇതൊരു അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറഞ്ഞൊരു കേസിന് ഞാനൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് കേട്ടോ. ബാക്കി കോടതിയുടെ നമുക്ക് മാനിക്കാന്നാണ് നമ്മുടെ നല്ല വിഷമം തോന്നി. ഇത്രയല്ല പ്രതീക്ഷിച്ചത്. എന്തായാലും മേൽക്കോടതിയിൽ പോകുമല്ലോ. ഇല്ലെങ്കിൽ ഇത് നല്ല സന്ദേശമല്ല ജനങ്ങൾക്ക്. ജനങ്ങൾ ഇത്തരം കേസുകൾ ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കുന്നതാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയ വിഷമം. എന്ത് ചെയ്യാനൊക്കും. തുടർ നിയമ പോരാട്ടങ്ങൾ ആണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മേൽക്കോടതികളിൽ നിന്ന് അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? വേണമല്ലോ. പ്രതീക്ഷിക്കാനല്ലേ നമുക്കൊക്കെ പറ്റുള്ളൂ. നമ്മളല്ലല്ലോ ജഡ്ജ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അല്ലാതെ എന്തായാലും ഞാൻ മാത്രമല്ല കേട്ടോ, ഇൻഡസ്ട്രി ഇത്രയും കമല് പറഞ്ഞു, എല്ലാവരും പറയുന്നു ഇതല്ല പ്രതീക്ഷിച്ചത്. ഞങ്ങൾ സിനിമാക്കാർ ഒന്നടങ്കം ഈ ഒരു കാര്യത്തിൽ അതിജീവിതയോടൊപ്പം തന്നെയാണ്. ഈ വിധിയുടെ കാര്യത്തിൽ അതെ, ആദ്യമേ അതെ, വല്ലാത്തൊരു വിധിയായിപ്പോയി. കഷ്ടമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും നമുക്ക് വിഷമിക്കാനേ പറ്റുള്ളൂ. തീർച്ചയായും വളരെ നന്ദി ശ്രീ വിനു കിരിയത്ത് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ആ മോശം ശിക്ഷാവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിലുള്ള വിയോജിപ്പ് അദ്ദേഹം രേഖപ്പെടുത്തുകയായിരുന്നു. വിഷമകരം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ വിധിയെക്കുറിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ, ആ കുറ്റകൃത്യത്തിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് അതിലുള്ള പ്രതികരണങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുടെ അഭിഭാഷകൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പൾസർ സുനിക്ക് കുറഞ്ഞ ശിക്ഷ എന്നത് ആശ്വാസകരം, മിനിമം ശിക്ഷ എന്നത് ആശ്വാസകരം എന്നതാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത്. പക്ഷേ അപ്പീലുമായി മേൽക്കോടതിയിൽ പോകും എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. കുറഞ്ഞ ശിക്ഷയാണ് എങ്കിൽ പോലും അതിൽ അപ്പീൽ നൽകും എന്നതാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 6 പ്രതികൾക്കും കുറ്റകൃത്യത്തിൽ തുല്യമായ പങ്കാളിത്തം ഉണ്ട് എന്ന കാര്യം കോടതി ശരിവെച്ചിരിക്കുകയാണ്. ശിക്ഷാ കാലാവധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതുകൂടി പറയുന്നുണ്ട്. 7.5 വർഷത്തോളം റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ പൾസർ സുനിക്ക് ഇനി 12 വർഷത്തെ ശിക്ഷാ കാലാവധിയാണ് ബാക്കിയുള്ളത്. അത് അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അതിനെതിരെ മേൽക്കോടതിയെ സമീപിച്ച് കൂടുതൽ ശിക്ഷാ ഇളവ് തേടുക എന്നതാണ് ലക്ഷ്യം എന്നതാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കുറ്റവിമുക്തനാക്കാനുള്ള വിധിക്കായി അപ്പീൽ പോകും എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ശിക്ഷ കുറയ്ക്കുക എന്നതല്ല, കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കണം എന്ന് കാട്ടി കോടതിയെ സമീപിക്കും എന്നതാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവർ മേൽക്കോടതിയെ സമീപിക്കും എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അത് മിനിമം ശിക്ഷയാണ്. ഈ കോടതിയിലെ ഈ കുറ്റകൃത്യത്തിന് ലഭിക്കേണ്ടുന്ന മിനിമം ശിക്ഷയാണ് എന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. ക്രിമിനലുകൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ ശിക്ഷ കുറയ്ക്കാനുള്ള എല്ലാ സാധ്യതകളും കോടതി തേടുന്നു എന്നത് പാർവതി തിരുവോത്ത് ചൂണ്ടിക്കാട്ടുന്നു. ഇത് നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത്. ആദ്യം നാം ആക്രമണങ്ങളെ അതിജീവിക്കണം, അതിനുശേഷം നിയമത്തെ അതിജീവിക്കണമോ എന്ന ഒരു ചോദ്യം കൂടിയാണ് പാർവതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. അതിജീവിതയുമായി ഒപ്പം നിൽക്കുന്നവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള വിധി. ശ്രീ സജി നന്ദ്യാട്ട് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. സജി നന്ദ്യാട്ട്, ഇപ്പോൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയവർക്കുള്ള ശിക്ഷാവിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കോടതി പറയുന്നത് എന്തോ അത് കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ ഓരോ മലയാളിയും. ഈ രാജ്യത്ത് നിയമം അനുസരിക്കുന്ന, നിയമത്തെ ബഹുമാനിക്കുന്ന എല്ലാ പൗരന്മാരും കോടതി എന്ത് പറയുന്നു അതാണ് ഈ രാജ്യത്തിന്റെ അവസാന വാക്ക്. കോടതി ശിക്ഷ വിധിച്ചിരിക്കും. അപ്പൊ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഓരോ മാതൃകാ പൗരന്റെ ഉത്തരവാദിത്വം. പക്ഷേ ശ്രീ സജി നന്ദ്യാട്ട്, ഈ കുറ്റകൃത്യം കോടതി തന്നെ സംശയങ്ങൾക്കിടയില്ലാത്ത രീതിയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതിന് ലഭിക്കേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നിരാശയില്ലേ? അല്ല, ഒന്നാം പ്രതിക്ക് കുറച്ചുകൂടെ ശിക്ഷ കൊടുക്കേണ്ടതായിരിക്കണം. കാരണം ഇവിടെ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ. സമൂഹത്തിൽ അന്തഃഛിദ്രം പരത്താതെ, സമൂഹത്തിൽ സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആരും ആക്രമിക്കപ്പെടാതെ ആണും പെണ്ണും തുല്യരായി ഇവിടെ ജീവിക്കണം.
സമാധാനം ഈ സമൂഹത്തിൽ പുലരണം. അതിന് കോടതികൾ ഇന്ത്യയെ സ്ഥാപിച്ചത് മനുഷ്യന് നീതി ലഭിക്കാനാണ്. പോലീസും കോടതി ഗവൺമെന്റും ഒക്കെ ഉള്ളത് മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അവനിവിടെ ജനിച്ചു വീഴുന്ന ഓരോ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും. ഇവിടെ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവും. ഇതിന്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 8ാം പ്രതിയെ ഉൾപ്പെടെ ശക്തമായി ന്യായീകരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. താങ്കൾക്ക് പോലും 1ാം പ്രതിയുടെ ശിക്ഷ ഇത്രയും പോരാ എന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതെ, 1ാം പ്രതിയുടെ ശിക്ഷ കുറച്ചുകൂടെ കൂട്ടേണ്ടതായിരുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. എന്നാലും എന്റെ കോടതി പറഞ്ഞത് അത് ചികിത്സ വഹിക്കാൻ ഞാൻ തയ്യാറാകുക. ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അതല്ലേ മാതൃകാ പൗരൻ. ഒരു പൗരന്റെ പ്രധാന ഉത്തരവാദിത്വം എന്താണെന്നറിയോ? അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന തോന്നലാണോ താങ്കൾക്കും ഉള്ളത്? അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ യഥാർത്ഥ ഗൂഢാലോചനക്കാർ വെളിവാണോ? ഈ പൾസറിനെ പറഞ്ഞു വിട്ടില്ലേ? ദിലീപല്ലെന്ന് കോടതിക്ക് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച കൊണ്ടുപോകണം കേട്ടോ. നമുക്ക് വേണ്ടത് യഥാർത്ഥ പ്രതിയില്ലേ, അല്ലാതെ ഏതെങ്കിലും ഒരാളെ വളർച്ചയിൽ അസുഖമുണ്ട് അയാളെ പിടിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറി ഉണ്ടാക്കി അയാളെ പ്രതിയാക്കുന്നതാണ്. യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെടുമ്പോഴാണല്ലോ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നത്. ഒരു നിരപരാധി ശിക്ഷിച്ച അല്ല നമുക്ക് അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്ന പ്രതികൾ അത് കോടതി കണ്ടെത്തിയിട്ടുള്ളതാണല്ലോ. ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണല്ലോ. അവർക്ക് പരമാവധി ശിക്ഷയില്ല എന്ന് പറയുമ്പോൾ അതിജീവിതയ്ക്ക് ആ രീതിയിൽ നീതി കിട്ടിയില്ല എന്നതാണോ? കോടതിയുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. വെർഡിക്റ്റ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല കോടതി എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോടതിയുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ കോടതി പറഞ്ഞതിനെ ബഹുമാനിക്കാനേ ഒരു പൗരനെ എനിക്കാവത്തുള്ളൂ. വിമർശിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ എനിക്കൊരു വലിയൊരു സ്വകാര്യ എന്താ പറയുക, ഇന്ന് കോടതി പോലും പറഞ്ഞത് വിധിയെ വിമർശിക്കാമെന്നാണ്. വിധിയെ വിമർശിക്കാം നമുക്ക്. അതെ, വിധിയെ വിമർശിക്കാം. പക്ഷെ ജഡ്ജിയെ വിമർശിക്കാനും ജഡ്ജിയുടെ കുടുംബത്തെയും ജഡ്ജിയെയും വ്യക്തിപരമായി വിമർശിക്കാനുള്ള അവകാശം വിമർശകർക്ക് അതെല്ലാം കേസ് കൊടുക്കും. അങ്ങനെയൊന്നും നമ്മൾ വിമർശിച്ചില്ലല്ലോ. ഞാൻ വിധിയെ പറ്റിയാണ് ചോദിച്ചത്. അല്ല, നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞു. ആങ്കർ ബഹുമാനത്തെ ആങ്കർ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങളാണ് എല്ലാം എന്ന് ഓർത്ത് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് കോടതിയിൽ നിന്ന് ജഡ്ജിയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുക. അവര് പണം വാങ്ങിയാണ് വിധി പറയുന്നതൊക്കെ തരത്തിൽ കമന്റ് ബോക്സും അതിനുള്ളൊരു കാരണം ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കെതിരെല്ലാം ഞങ്ങൾ കേസ് കൊടുക്കും. ശരി, എന്തായാലും ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. വിധി പകർപ്പുൾപ്പെടെ പുറത്തേക്ക് വരും. അപ്പോൾ താങ്കൾ അനുകൂലിക്കുന്ന 8ാം പ്രതി ഉൾപ്പെടെയുള്ളവരുടെ വിടുതൽ എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി കൂടുതൽ വ്യക്തമായി പുറത്തേക്ക് വരും. എന്തായാലും 8ാം പ്രതിയെ അനുകൂലിക്കുന്ന സജി നന്ദ്യാട്ടിന് പോലും പറയേണ്ടി വരികയാണ് ഈ ശിക്ഷാവിധി. 1ാം പ്രതിക്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന ശിക്ഷ കുറഞ്ഞു പോയി എന്നത് പറയേണ്ടി വരികയാണ്. അതിജീവിതയുടെ അപ്പോഴത്തെ അവസ്ഥ എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിജീവിതയ്ക്കും അതിജീവിതയെ അനുകൂലിക്കുന്നവർക്കും നീതി കിട്ടിയിട്ടില്ല എന്ന വലിയ തോന്നലാണ് ഇപ്പോൾ ഉളവായിരിക്കുന്നത്. അവർക്ക് ഇനിയും നീതിക്കായി പോരാട്ടം തുടരേണ്ടുന്ന സാഹചര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഇതേ വിഷയത്തിൽ പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചെയ്യും.